പണ്ട് കാലം മുതലേ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനും ആഭരണങ്ങൾ ഉണ്ടാക്കാനെല്ലാം പഞ്ചലോഹങ്ങൾ ഉപയോഗിച്ചിരുന്നു. പഞ്ചലോഹങ്ങൾ 5 സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ്, ഈയം. ഇതാണ് പഞ്ചലോഹങ്ങൾ. 5 മൂലകങ്ങളെ സൂചിപ്പിക്കുന്നു പഞ്ചലോഹങ്ങൾ: ജലം, ഭൂമി, അഗ്നി, ആകാശം, വായു. പഞ്ചതത്വങ്ങൾ അനുസരിച്ചാണ് പഞ്ചലോഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് കാലുകളിൽ പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള തളകൾ അണിയിക്കുക പണ്ട് കാലം തൊട്ടേയുള്ള പതിവാണ്. ഇത് അണിയിക്കുന്നത് വഴി കുട്ടികൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും വന്നു ചേരുമെന്നും നെഗറ്റീവ് എനർജി ഇല്ലാണ്ടാവുമെന്നും ദൃഷ്ടിദോഷം, കണ്ണീർ ഇവ തട്ടില്ല എന്നും ആണ് വിശ്വാസം. പഞ്ചലോഹാഭരണങ്ങൾ ധരിക്കുന്ന വഴി അഷ്ടൈശ്വര്യങ്ങളും വന്നു ചേരും. ആൻസൈറ്റി പ്രോബ്ലംസ് ഇല്ലാണ്ടാക്കാനും മനസ്സ് ശാന്തമാവാനും ഈ ആഭരണങ്ങൾ അണിയുന്നത് വഴി സാധിക്കുന്നു. വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാനുള്ള ധൈര്യവും നേടാൻ ഇതുവഴി സാധിക്കുന്നു. പഞ്ചലോഹങ്ങളുടെ ആഭരണങ്ങൾ അണിയണത് വഴി ബോഡിയിൽ ബാലൻസിങ് എനർജി കൊണ്ടുവരാൻ സാധിക്കുന്നു. ആത്മീയമായും ഭൗതികമായും വളരാനും സാധിക്കുന്നു. സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാൻ സാധിക്കുന്നു. പഴയ ആൾക്കാർ കഴിയുന്നതും ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കാറുള്ളത്. എന്ത് സംഭവിച്ചാലും അതിനുള്ള സൊല്യൂഷൻ അവരുടെ കയ്യിലുണ്ടാവും. അതുമാത്രമല്ല, ഏത് പ്രോബ്ലത്തെയും സുന്ദരമായിട്ട് ലളിതമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവും അവർക്കുണ്ടാവും. അതിന് കാരണം ഒട്ടുമുക്കാലും ആളുകളും പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. പഞ്ചലോഹങ്ങളിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു. ആരോഗ്യമുള്ളൊരു മനസ്സും ശരീരവും കൈവരിക്കാൻ സാധിക്കുന്നു. സൗഭാഗ്യങ്ങൾ, ശ്രേയസ്, ഐശ്വര്യം വന്നു ചേരും. മനസ്സിന് ശാന്തി ലഭിക്കും. ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടുള്ള ഉയർച്ച കൈവരിക്കും. നെഗറ്റീവ് എനർജി നമ്മുടെ അടുത്ത് തട്ടാണ്ട് തെറിച്ചു പോവും. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനായിട്ടും ആരോഗ്യം ഉണ്ടാവാനായിട്ടും പഞ്ചലോഹ ആഭരണങ്ങൾ പതിവായിട്ട് ധരിക്കുന്നത് വളരെ നല്ലതാണ്. പഞ്ചലോഹ ആഭരണങ്ങൾ അണിയണത് വഴി ജീവിത വിജയം നേടാൻ സാധിക്കുന്നു. ജീവിതത്തിൽ പെട്ടെന്ന് വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും സാധിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.